കൊച്ചിയിൽ മീൻ പിടിക്കാൻ പോയി കാണാതായ 3 മത്സ്യത്തൊഴിലാളികളിൽ 2 പേരുടെ മൃതദേഹം കണ്ടെത്തി. തൂപ്പുംപടിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ ഇന്ന് പുലർച്ചെ കപ്പലിടിച്ചായിരുന്നു അപകടം ഉണ്ടായത്. കാണാതായ മറ്റു 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. കെ ഉമേഷ് കൊച്ചിയിൽ നിന്ന്. ഉമേഷ്, വിവരങ്ങൾ. അരുൺ, ഇന്നലെ ഉച്ചയ്ക്കാണ് കൊച്ചി തോപ്പുംപടിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് വേണ്ടി കാർമൽ മാത എന്ന ബോട്ട് പോയത്. ഈ ബോട്ടാണ് ഇന്ന് പുലർച്ചെ 2 മണിക്ക് പുതുവൈപ്പിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് അപകടത്തിൽപ്പെട്ടത്. കപ്പൽ ഇടിച്ചതിനെ തുടർന്നാണ് അപകടം സംഭവിച്ചത്. ഇടിച്ച കപ്പൽ നിർത്താതെ പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കപ്പൽ ഏതാണ് എന്നുള്ള കാര്യം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ ബോട്ടിൽ ആകെ 14 തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 3 പേരെയാണ് കാണാതായത്. ഇതേ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് 2 പേരുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ട് എന്നാണ് അറിവായിരിക്കുന്നത്. കാണാതായവർ കുളച്ചൽ സ്വദേശി തമ്പിദുരൈ, ഉത്തരേന്ത്യക്കാരായ രാഹുൽ മോദി എന്നീ 3 പേരെയാണ് കാണാതായത്. ഇതിൽ ആരുടെയൊക്കെ 2 പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ കിട്ടിയത് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. എന്തായാലും തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ഇപ്പോൾ ഫോർട്ട് കൊച്ചി തീരത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ ബോട്ടിലുണ്ടായിരുന്ന മറ്റ് 11 പേരെ രക്ഷപ്പെടുത്താനായി. ഇത് ആ സമീപത്ത് തന്നെ, അപകടമുണ്ടായ പ്രദേശത്തിന്റെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന സെന്റ് ആന്റണീസ് എന്ന ബോട്ടിലാണ് 11 പേരെയും തീരത്തേക്ക് അടുപ്പിച്ചത്. ഇവർ ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും 3 പേരിൽ 2 പേരുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. കാണാതായ മറ്റൊരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അരുൺ. കെ ഉമേഷ് കൊച്ചിയിൽ നിന്ന്. GST കൗൺസിൽ യോഗം ഇന്ന് ദില്ലിയിൽ ചേരും. കയർ കശുവണ്ടി മേഖലയെ കൂടി GSTയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കേരളം ആവശ്യപ്പെടും. BDSൽ നിന്ന് ഒഴിവാക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം GST കൗൺസിൽ യോഗം അംഗീകരിച്ചിരുന്നു. നിലവിൽ 2% സ്വർണത്തിന്റെ നികുതി കഴിഞ്ഞ യോഗത്തിൽ 3 ഉയർത്തി. ആട്ട ഉൾപ്പെടെയുള്ള പാക്ക് ചെയ്ത ബ്രാൻഡഡ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് 5%, കോട്ടൺ തുണിത്തരങ്ങൾക്ക് 5% നികുതിയും റെഡിമെയ്ഡ് ബ്രാൻഡഡ് തുണിത്തരങ്ങൾക്ക് 12% നികുതിയുമാണ് നിശ്ചയിച്ചത്. മധ്യപ്രദേശിൽ കർഷക പ്രക്ഷോഭം 10 ദിവസം പിന്നിടുന്നതിനിടെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അനിശ്ചിതകാല നിരാഹാര സമരം 2ാം ദിവസത്തിലേക്ക് കടന്നു. കർഷകരെ മുൻനിർത്തി കോൺഗ്രസ് സംസ്ഥാനത്തെ ക്രമസമാധാനം തകർക്കുന്നു ആരോപിച്ചാണ് മുഖ്യമന്ത്രിയുടെ നിരാഹാര സമരം. അതേസമയം പോലീസ് വെടിവയ്പിൽ കർഷകർ മരിച്ച സംഭവം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട UPയിലും കർഷക പ്രക്ഷോഭം ശക്തമാണ്. 6 കർഷകരെ വെടിവെച്ചു കൊന്ന മധ്യപ്രദേശ് സർക്കാർ നടപടിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധമുയരുകയും കർഷക പ്രക്ഷോഭം 10ാം ദിവസത്തിലേക്ക് പിന്നിടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അനിശ്ചിതകാല നിരാഹാര സമരം തുടരുന്നത്. സംസ്ഥാന തലസ്ഥാനമായ ഭോപ്പാലിലെ ദസറ മൈതാനത്താണ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അനിശ്ചിതകാല നിരാഹാര സമരം. സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കുന്നതുവരെ നിരാഹാര സമരം തുടരുമെന്നാണ് കഴിഞ്ഞ ദിവസം ശിവരാജ് സിംഗ് ചൌഹാൻ പ്രഖ്യാപിച്ചത്. കർഷകരെ മുൻനിർത്തി കോൺഗ്രസ് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർക്കുന്നുവെന്നാണ് BJPയുടെ ആരോപണം. കഴിഞ്ഞ ദിവസം BJP അനുകൂല കർഷക സംഘടനയായ ഭാരതീയ കിസാൻ സംഘുമായി മാത്രം സർക്കാർ ചർച്ച നടത്തുകയും ചെയ്തു. ഇതിന് വായ്പകൾ എഴുതിത്തള്ളാനാകില്ലെന്ന് സംസ്ഥാന കാർഷിക മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. മൻസോറിൽ പൊട്ടിപ്പുറപ്പെട്ട പ്രക്ഷോഭം മറ്റു ജില്ലകളിലേക്ക് കൂടി വ്യാപിച്ച സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ നിരാഹാര തന്ത്രം. കർഷകർക്ക് നേരെ പോലീസ് നടത്തിയ വെടിവയ്പിൽ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കർഷകർ നടത്തുന്ന പ്രതിഷേധവും വൻ പ്രക്ഷോഭത്തിലേക്ക് വഴിമാറി. പച്ചക്കറിയുമായി പോകുന്ന പല വാഹനങ്ങളും ഉത്തർപ്രദേശിൽ കർഷകർ തടഞ്ഞു. സംസ്ഥാന പാതകൾ ഉപരോധിച്ചു. കഴിഞ്ഞ ദിവസം ആം ആദ്മി നേതാക്കൾ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്ന കർഷകരെ സന്ദർശിക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. മഹാരാഷ്ട്രയിലെ കർഷക സമരം ജനജീവിതം ദുസ്സഹമാക്കുന്നു. വിപണിയിൽ ലഭിക്കുന്ന ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറികൾക്ക് തീവിലയാണ്. സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി ശിവസേന. സമരം ശക്തിപ്പെടുത്തുമെന്ന് കർഷക സംഘടനകൾ. മുംബൈയിൽ കർഷക സമരം തുടങ്ങിയതോടെ മൊത്ത വിപണിയിൽ തന്നെ ചില ഇനങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇരട്ടിയോളമാണ് വർധനവുണ്ടായത്. പച്ചക്കറികൾ ലഭ്യമാകാത്തതാണ് വിലക്കയറ്റത്തിന് കാരണമായത്. ഏറെ വലഞ്ഞത് വീട്ടമ്മമാരാണ്. കഴിഞ്ഞ ആഴ്ച 20 രൂപ കിലോ ഉണ്ടായിരുന്ന തക്കാളി ഇപ്പോൾ 100 രൂപയായി. ഇപ്പോൾ 100 രൂപയ്ക്ക് കൊണ്ടുവന്ന പച്ചക്കറിയാണിത്. ഈ സ്ഥിതി തുടർന്നിട്ടുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പാടാണ്. കർഷക സമരത്തിൽ സർക്കാർ നിലപാടിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചാണ് मुंबई मेयर विश्वनाथ महादेश्वर प्रतिक्रिया की शेतकऱ्यांना कोणत्या परिस्थितीत न्याय मिळाला पाहिजे, शेतकऱ्यांना कर्जमाफी मिळालीच पाहिजे ही शिवसेनेची भूमिका आहे.
शेतकऱ्यांना संप करण्याची वेळ आली आहे. खरंच या सरकारने कुठेतरी योग्य तो निर्णय घेऊन शेतकऱ्यांच्या हिताच्या दृष्टिकोनातून चांगला निर्णय घेतला पाहिजे. എന്നാൽ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാകുമെന്നും തീവണ്ടികൾ തടഞ്ഞും പ്രതിഷേധിക്കുമെന്നും കർഷക സംഘടന വ്യക്തമാക്കിയിരിക്കുകയാണ്. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. മഹാത്മാഗാന്ധിയുടെ ജാതി പറഞ്ഞുള്ള BJP അധ്യക്ഷൻ അമിത്ഷായുടെ പരാമർശം വിവാദമാകുന്നു. ഗാന്ധിജിയെ ബുദ്ധിമാനായ ബനിയ എന്നാണ് അമിത്ഷാ വിശേഷിപ്പിച്ചത്. ഛത്തീസ്ഗഡിൽ ഒരു പ്രചാരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. വിവാദ പരാമർശത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. വെള്ളിയാഴ്ച ഛത്തീസ്ഗഡിൽ സംഘടിപ്പിച്ച പരിപാടിക്കിടെയായിരുന്നു അമിത്ഷായുടെ വിവാദ പരാമർശം. ബുദ്ധിമാനായ ബനിയക്കാരനാണ് ഗാന്ധിയെന്നായിരുന്നു ജാതി പറഞ്ഞുള്ള അമിത്ഷായുടെ പരാമർശം. കോൺഗ്രസ് പാർട്ടിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം നടത്തുന്നതിനിടെയായിരുന്നു ഷായുടെ വിവാദ പരാമർശം. ബുദ്ധിമാനായ ബനിയായിരുന്നു ഗാന്ധി. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടതെന്നുമാണ് ഷാ പ്രസംഗിച്ചത്. किसी एक सिद्धांत को लेकर बनी हुई पार्टी ही नहीं है, वो आजादी प्राप्त करने का एक स्पेशल पर्पस वेहिकल है, आजादी प्राप्त करने का एक साधन थी कांग्रेस. और इसीलिए महात्मा गांधी ने दूरंदेशी के साथ बहुत चतुर बनिया था. वो उसको मालूम था आगे क्या होने वाला है. उसने आजादी के बाद तुरंत कहा था कांग्रेस को बिखेर देना चाहिए. महात्मा गांधी ने नहीं किया, मगर अब कुछ लोग उसको बिखेरने का काम समाप्त कर रहे हैं. മുഖ്യ പ്രതിപക്ഷ പാർട്ടികളെല്ലാം അമിത്ഷായ്ക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നിർഭാഗ്യകരവും അധാർമികവും അനാവശ്യവുമായ പരാമർശമാണെന്നാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചത്. മഹാത്മാഗാന്ധിയെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും അമിത്ഷാ അപമാനിച്ചുവെന്നാണ് കോൺഗ്രസ് വക്താവ് രൺദീപ് സർജേവാല പ്രതികരിച്ചത്. രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച പ്രത്യേക വാഹനമാണ് മഹാസഭയും സംഘപരിവാറുമെന്നും അദ്ദേഹം തുറന്നടിച്ചു. രാഷ്ട്രപിതാവിനെ ജാതി പറഞ്ഞ് BJP അപമാനിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും മാപ്പ് പറയണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. ഖത്തറിൽ നിന്നുള്ള പ്രാദേശിക പത്രങ്ങൾക്കും പത്രങ്ങളുടെ വെബ്സൈറ്റുകൾക്കും UAE വിലക്കേർപ്പെടുത്തി. പെനിൻസുലയുടെ വെബ്സൈറ്റ് അധികൃതർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ അൽ ജസീറയുടെ വെബ്സൈറ്റിനും ചാനലിനും ഗൾഫ് ടൈംസ്, ഖത്തർ ട്രിബ്യൂൺ തുടങ്ങിയ ഇംഗ്ലീഷ് പത്രങ്ങൾക്കും അറബ് മാധ്യമങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയിരുന്നു. ഖത്തറിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള വാർത്തകളും അഭിപ്രായങ്ങളും നടത്തുന്നവർക്ക് കർശന ശിക്ഷയാണ് UAEയും ബഹ്റിനും ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള മാധ്യമങ്ങൾക്കോ വ്യക്തികൾക്കോ ഖത്തർ സർക്കാർ ഒരു വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല. സിനിമാ മേഖലയെ പ്രത്യേക താൽപര്യക്കാർ അടക്കി വാഴുന്ന പ്രവണത അവസാനിപ്പിക്കാൻ സമഗ്ര നിയമനിർമ്മാണം നടത്തുമെന്ന് മന്ത്രി AK ബാലൻ. ഗ്രാമീണ മേഖലയിൽ പൂട്ടിപ്പോയ 500 തിയേറ്ററുകൾ തിരികെ എത്തിക്കാൻ പദ്ധതി തയ്യാറാക്കുമെന്നും സാംസ്കാരിക മേഖലയിലെ പുരസ്കാര തുകകൾ അടുത്ത വർഷം മുതൽ വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി. കേരള സാഹിത്യ അക്കാദമി വജ്രജൂബിലി ആഘോഷ ചടങ്ങിൽ അക്കാദമിയുടെ വിശിഷ്ട അംഗത്വവും സമഗ്ര സംഭാവന പുരസ്കാരങ്ങളും സമർപ്പിച്ചു. പ്രത്യേക താൽപര്യക്കാർ നിയന്ത്രിച്ചിരുന്ന സിനിമാ മേഖലയെ സ്വതന്ത്രമായി സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നിയമനിർമ്മാണത്തിന് തയ്യാറെടുക്കുകയാണെന്ന് മന്ത്രി AK ബാലൻ പറഞ്ഞു. ഫിലിം ഫെസ്റ്റിവലിന് സ്ഥിരം വേദി ഒരുക്കുന്നതിനൊപ്പം ഗ്രാമീണ മേഖലകളിൽ പൂട്ടിപ്പോയ 500 സിനിമാ തിയേറ്ററുകൾ തിരികെ എത്തിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സമഗ്രമായ നിയമനിർമ്മാണം സിനിമാ രംഗത്ത് വരാൻ പോവുകയാണ്. ഈ ടിക്കറ്റ്, ഫിലിം സിറ്റി, ഫെസ്റ്റിവലിന് സ്ഥിരം വേദി, ഗ്രാമപ്രദേശങ്ങളിൽ തിയേറ്റർ ശൃംഖല. KSFTC ഒരു വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് 20 തിയേറ്ററുകൾ പണിയും. എഴുത്തച്ഛൻ പുരസ്കാരം 5 ലക്ഷമാക്കി ഉയർത്തും. സാംസ്കാരിക മേഖലയിലെ മറ്റ് അവാർഡ് തുകകളും വർദ്ധിപ്പിക്കും. എല്ലാ ജില്ലകളിലും സാംസ്കാരിക കേന്ദ്രങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേരള സാഹിത്യ അക്കാദമിയുടെ വജ്രജൂബിലി ആഘോഷ ചടങ്ങിൽ UA ഖാദർ, സാറ ജോസഫ് എന്നിവർക്ക് വിശിഷ്ട അംഗത്വം സമർപ്പിച്ചു. അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരദാനവും AK ബാലൻ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പുണ്യമാസത്തിൽ പരിചരണവും ഭക്ഷണവുമില്ലാതെ ഒരു കുടുംബം സന്മനസ്സുകളുടെ കാരുണ്യത്തിനായി കാത്തിരിക്കുന്നു. ആലപ്പുഴ വട്ടപ്പള്ളിയിലാണ് മക്കളില്ലാത്ത ഈ വൃദ്ധ ദമ്പതികൾ ഒറ്റയ്ക്ക് കഴിയുന്നത്. വളർത്തു മക്കൾക്കും ബന്ധുക്കൾക്കും ഇവരെ വേണ്ടാതായതോടെ അടുത്തുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഇവരെ ഇപ്പോൾ നോക്കുന്നത്. ഏതെങ്കിലും വൃദ്ധസദനത്തിൽ ഏൽപ്പിക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. കാരുണ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും പുണ്യമാസമായ റമളാനിലാണ് വൃദ്ധ ദമ്പതികൾ നല്ല മനസ്സുകളുടെ കാരുണ്യത്തിനായി കാത്തിരിക്കുന്നത്. ആലപ്പുഴ വട്ടപ്പള്ളിയിലെ ഒരു ചെറിയ കൂരയിലാണ് ഭക്ഷണവും പരിചരണവുമില്ലാതെ ഇവർ ജീവിക്കുന്നത്. മക്കളില്ലാത്ത ഈ ദമ്പതികൾ തൻ്റെ ബന്ധുക്കളായ 2 കുട്ടികളെ എടുത്തു വളർത്തി വലുതാക്കി. ഉള്ള സ്വത്തുക്കൾ മുഴുവൻ ഇവരുടെ പേരിൽ എഴുതി കൊടുത്തു.
മക്കൾ വലുതാകുമ്പോൾ സംരക്ഷിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ഇവരെ ബന്ധുക്കളും വളർത്തുമക്കളും കൈയൊഴിഞ്ഞു. ഇപ്പോൾ ഇവരെ സഹായിക്കാൻ അത്താഴക്കൂട്ടമെന്ന യുവജന സംഘടന മാത്രം. മക്കളെല്ലാവരും വളർത്തുമക്കളാണ് ഇവർ നോക്കിക്കൊണ്ടിരുന്നത്. അവരെല്ലാം ഇവരെ സ്വത്തുക്കളെല്ലാം എഴുതി വാങ്ങിച്ച് ഉള്ളതെല്ലാം വിറ്റ് അവർ മേടിച്ച് അവരെ പാട്ടിനും പോയി. ഇപ്പോൾ ഈ രണ്ടുപേരെ ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കും. അതുകൊണ്ട് എല്ലാവരുടെ സഹായത്തോടെ അത്താഴക്കൂട്ടവും ഈ കെയറും കൂടെയാണ് ഇവരൊരു ഇപ്പം കിട്ടേണ്ട ഒരു പരിചരണമാണ്. ആ പരിചരണം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ ഉടൻ തന്നെ അവരെ മാറ്റുക. വൃദ്ധരായ മാതാപിതാക്കളെ സ്വന്തം മക്കൾ തന്നെ തെരുവിലിറക്കുന്ന ഈ കാലഘട്ടത്തിൽ മക്കളില്ലാത്ത ഈ ദമ്പതികളുടെ കഥ പറയേണ്ട കാര്യമില്ല. പുണ്യമാസമായ റമളാനിൽ വൃതാനുഷ്ഠാനത്തിനുള്ള ആഗ്രഹം പോലും സഫലീകരിക്കാതെയാണ് ഇവർ ഈ വീട്ടിൽ കഴിയുന്നത്. സന്മനസ്സുകളുടെ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഇവർ കാത്തിരിക്കുന്നു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ അലവൻസുകൾ അടുത്ത മാസം 1 മുതൽ വർദ്ധിക്കും. HR അലവൻസ് അടിസ്ഥാന ശമ്പളത്തിൽ 27% ശതമാനമായാണ് വർദ്ധിപ്പിക്കുക. ശമ്പള കമ്മീഷൻ ശുപാർശ കേന്ദ്രമന്ത്രിസഭ ഉടൻ അംഗീകരിക്കും. 7ാം ശമ്പള കമ്മീഷൻ ശുപാർശകൾ പ്രകാരമുള്ള ശമ്പള വർധന നടപ്പാക്കി 18 മാസം കഴിയുമ്പോഴാണ് അലവൻസുകൾ കൂടി വർദ്ധിപ്പിക്കുന്നത്. 50 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളിൽ HR അലവൻസ് അടിസ്ഥാന ശമ്പളത്തിന്റെ 27% വർദ്ധിപ്പിക്കും. 7ാം ശമ്പള കമ്മീഷന്റെ 24% എന്ന നിർദ്ദേശത്തെ മറികടന്നാണ് പുതിയ വർധനവ്. AK മാത്തൂറിന്റെ അധ്യക്ഷതയിലുള്ള 7ാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിലെ അലവൻസിന്റെ കാര്യം പുനഃപരിശോധിക്കാൻ അശോക് ലവാസ കമ്മിറ്റിയാണ് സർക്കാർ ഏൽപ്പിച്ചത്. ഈ കമ്മിറ്റിയാണ് 27% അലവൻസ് വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം സർക്കാർ മുമ്പാകെ വച്ചത്. നഗരങ്ങൾക്കനുസരിച്ച് 24%, 16%, 8% എന്നിങ്ങനെയായിരുന്നു 7ാം ശമ്പള കമ്മീഷൻ ശുപാർശ ചെയ്ത HR അലവൻസ്. DA 50% കടന്നാൽ ഇത് 27% വർദ്ധിപ്പിക്കാമെന്നും പിന്നീട് DA 100% 30% വീണ്ടും വർദ്ധിപ്പിക്കാമെന്നായിരുന്നു കമ്മീഷൻ ശുപാർശ. ഇതുമായി ബന്ധപ്പെട്ട ശുപാർശ കേന്ദ്രമന്ത്രിസഭ ഉടൻ പരിഗണിക്കും. അടുത്ത മാസം 1 മുതൽ പുതുക്കിയ ശമ്പളം രാജ്യത്തെ 49 ലക്ഷത്തോളം വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ലഭ്യമാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. മീൻ പിടിക്കാൻ പോയി കാണാതായ 3 മത്സ്യത്തൊഴിലാളികളിൽ 2 പേരുടെ മൃതദേഹം കണ്ടെത്തി. തോപ്പുംപടിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ ഇന്ന് പുലർച്ചെ കപ്പലിടിച്ചായിരുന്നു അപകടമുണ്ടായത്. കാണാതായ മറ്റ് 2 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. KM ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഉമേഷ്, മറ്റു വിവരങ്ങൾ കൂടി. അരുൺ, ഇന്നലെ ഉച്ചയ്ക്കാണ് കൊച്ചി തോപ്പുംപടിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് ബോട്ട് പോയത്. കാർമൽ മാത എന്ന ബോട്ടാണ് പോയത്. ഇത് ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെ 2 മണിക്ക് പുതുവൈപ്പിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ഈ ബോട്ടിൽ ഒരു കപ്പലിടിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് അപകടത്തിൽപ്പെട്ട 14 തൊഴിലാളികളാണ് മൊത്തം ഉണ്ടായിരുന്നത്. ഇതിൽ 3 പേരെ കാണാതായി. മറ്റ് 11 പേരെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന സെന്റ് ആന്റണീസ് എന്ന ബോട്ടിൽ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. 3 പേർ കാണാതായ 3 പേർ കുളച്ചൽ തമ്പിദുരൈ, ഉത്തരേന്ത്യക്കാരായ രാഹുൽ മോദി എന്നിവരാണ്. ഇതിൽ 2 പേരുടെ മൃതദേഹം കണ്ടെത്തി എന്നാണ് ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇത് 2 പേരുടെയും മൃതദേഹം ഇപ്പോൾ ഫോർട്ട് കൊച്ചി തീരത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റു പരിക്കേറ്റവർ ഫോർട്ട് കൊച്ചിയിലെ തന്നെ താലൂക്ക് ആശുപത്രി ചികിത്സയിലാണ്. അതേസമയം ബോട്ട് ഇടിച്ച കപ്പൽ ഏതാണ് എന്നുള്ളത് സംബന്ധിച്ച ചില സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് ഒരു വിദേശ കപ്പലാണ് ഇടിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് പനാമയിൽ നിന്നുള്ള ആമ്പൽ എന്ന കപ്പലാണ് എന്ന വിവരം സ്ഥിരീകരിച്ചിട്ടില്ല. ഇത് പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിലും ഏകദേശം സൂചനകൾ അങ്ങനെയാണ് വരുന്നത്. എന്തായാലും കാണാതായ മറ്റൊരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അരുൺ, അതായത് ഈ കൊച്ചിയിൽ നിന്ന് പുതുവൈപ്പിൽ നിന്ന് 20 നോട്ടിക്കൽ മൈൽ അകലെയല്ലേ അപകടം നടന്നത്? ഈ മറ്റ് തൊഴിലാളികൾ എന്ത് സൂചനയാണ്? എന്താണ് അവർ പറയുന്നത്? ഈ കപ്പൽ ചാലിലായിരുന്നു ഈ ബോട്ട് ഉണ്ടായിരുന്നത്, അങ്ങനെയാണോ അപകടം ഉണ്ടായത്? തൊഴിലാളികളെ സംബന്ധിച്ച് കാര്യങ്ങൾ അറിയില്ല. കാരണം പുലർച്ചെ 2 മണിയോടെയാണ് പെട്ടെന്ന് വലിയ ശബ്ദം കേൾക്കുന്നു, അപകടത്തിൽപ്പെടുന്നു. അപ്രതീക്ഷിതമായാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നവർ പറയുന്നു. ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്ന മറ്റ് ഒരു ബോട്ട് വന്ന് ഇവരെ രക്ഷപ്പെടുത്തി കരയ്ക്ക് കൊണ്ടുവരുന്നു. എന്നാൽ ഇവരുടെ കൂട്ടത്തിൽ തന്നെ 3 പേരെ കാണാതായി. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ തുടങ്ങിയിരുന്നു. ഇതിലാണ് 2 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. തൊഴിലാളികളെ സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ അറിവായിട്ടില്ല. ഇത് രാത്രി നടന്ന കാരണം കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ. എന്തായാലും പോലീസും മറ്റെല്ലാവരും തന്നെ ഇപ്പോൾ സ്ഥലത്തുണ്ട്. കാണാതായ ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അരുൺ, ഉമേഷ്, മണിക്കൂറുകൾ ഇത്ര പിന്നിട്ടിരിക്കുന്നു. നാവികസേനയും തീരസംരക്ഷണ സേനയും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ?
തീർച്ചയായും അവരുടെ സഹായവും തേടും തന്നെയാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരുടെ സഹായം കൊണ്ടാണ് ഇപ്പോൾ കരക്കെത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവരുടെ സഹായം കൂടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അറിയുന്നത്. രാത്രി സമയമായതുകൊണ്ട് തന്നെ തിരച്ചിൽ ശ്രമകരമായിരുന്നു. ഇപ്പോൾ എന്തായാലും സജീവമായി തന്നെ തിരച്ചിൽ തുടരുകയാണ്. അരുൺ, ബോട്ടിൽ എത്ര പേരാണ് ഉണ്ടായിരുന്നത്? ഈ 14 പേരിൽ 11 പേരും രക്ഷപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും ബോട്ടിൽ 14 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 3 പേരൊഴികെ മുഴുവൻ പേരെയും ഈ സെന്റ് ആന്റണീസ് എന്ന ബോട്ടിൽ രക്ഷപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. അവർ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. മറ്റ് 3 പേരിൽ 2 പേരെയാണ് ഇപ്പോൾ 2 പേരുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഒരാളെ കൂടിയാണ് കാണാനുള്ളത്. ഈ പാനമയിൽ നിന്നുള്ള ചരക്ക് കപ്പലാണ് എന്ന തരത്തിൽ സ്ഥിരീകരണങ്ങളുണ്ടോ? ഈ ഫോർട്ട് കൊച്ചി ആശുപത്രിയിലാണല്ലോ പരിക്കേറ്റവർ ഉള്ളത്. അവരിൽ നിന്ന് ഏതെങ്കിലും സൂചന കിട്ടുന്നുണ്ടോ? അവർ കാര്യങ്ങളോട് പ്രതികരിക്കുന്നുണ്ടോ? എന്താണ് നിലവിലെ അവസ്ഥ? അവർക്ക് ഇത് സംബന്ധിച്ച ഏത് കപ്പലാണ് ഇടിച്ചത് എന്നത് സംബന്ധിച്ച വിവരം ഇല്ല. കപ്പലാണ് എന്നുള്ളത് മാത്രമേ തൊഴിലാളികൾക്ക് അറിയുകയുള്ളൂ. ചില സൂചനകളും മറ്റും വെച്ചാണ് പോലീസ് ഇപ്പോൾ അത് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. നിലവിലെ വിവരമനുസരിച്ച് ഇത്തരത്തിൽ ചരക്ക് കപ്പലാണ് എന്ന് പറയുന്നെങ്കിലും അത് സ്ഥിരീകരിച്ചതായി പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നില്ല. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അത് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അരുൺ, കെ മുമേഷാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി മെട്രോ ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി നേരെ വന്നിറങ്ങുന്നത് വെല്ലിംഗ്ടൺ ഐലൻഡിലെ നാവിക വിമാനത്താവളത്തിൽ. കലൂർ സ്റ്റേഡിയമാണ് ഉദ്ഘാടന വേദി. ഉദ്ഘാടനത്തിന് മുൻപ് മുഖ്യമന്ത്രി മന്ത്രിമാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി എത്തുന്നതുമായി ബന്ധപ്പെട്ട സുരക്ഷാ സംവിധാനവും ഒരുക്കങ്ങളും വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ഉന്നതതല യോഗം ചേർന്നു. മെട്രോ ഉദ്ഘാടനത്തിനായി വെല്ലിംഗ്ടൺ ഐലൻഡിലെ നാവികസേനാ വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിഥി മന്ദിരത്തിൽ വെച്ചാണ് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തുക. തുടർന്ന് കലൂർ സ്റ്റേഡിയത്തിലെ ഉദ്ഘാടന വേദിയിൽ പ്രധാനമന്ത്രി എത്തും. ഉദ്ഘാടനത്തിന് ശേഷം പ്രധാനമന്ത്രി അല്പദൂരം മെട്രോയിൽ യാത്ര ചെയ്യും. ക്ഷണിതാക്കളായ 3500 പേർ ചടങ്ങിൽ പങ്കെടുക്കും. പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ഇവന്റ് മാനേജ്മെന്റ് ടീമാണ് ഉദ്ഘാടന വേദി ഒരുക്കുന്നത്. കനത്ത സുരക്ഷയിലാണ് വേദിയുടെയും പന്തലിന്റെയും നിർമ്മാണം നടക്കുക. ഇതിനു മുൻപ് തൊഴിലാളികളുടെ പേരുവിവരങ്ങൾ പോലീസിന് കൈമാറും. വേദി നിർമ്മാണത്തിന് മുന്നോടിയായി CCTV സ്ഥാപിക്കുകയും ഇവിടം സന്ദർശിക്കുന്നവരുടെയും തൊഴിലാളികളുടെയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്യും. വേദിക്ക് പുറത്ത് സ്റ്റേഡിയം പരിസരത്ത് വെള്ളക്കെട്ട് ഒഴിവാക്കാനും വാഹന പാർക്കിംഗ് സുഗമമാക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കും. നേവൽ ബേസിൽ നിന്നും കലൂർ വരെയുള്ള ഭാഗത്ത് റോഡിൽ അറ്റകുറ്റപ്പണി നടത്താനും വഴിയരികിലെ കാനകൾ വൃത്തിയാക്കാനും ഉന്നതതല യോഗത്തിൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. അത്യാഹിത ഘട്ടങ്ങളിൽ തയ്യാറായിരിക്കാൻ ജില്ലാ ആശുപത്രിക്ക് പുറമെ സ്വകാര്യ ആശുപത്രികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നോട്ട് നിരോധനത്തെ തുടർന്ന് ജീവിതം വഴിമുട്ടിയ ഗൃഹനാഥൻ ഭിന്നശേഷിക്കാരനായ 7 വയസ്സുകാരന്റെ ജീവൻ നിലനിർത്താൻ കരുണയുള്ളവരുടെ സഹായം തേടുന്നു. മിശ്രവിവാഹിതരായ ദമ്പതികൾ അവശതയിലായ മകനുമായി കഴിയുന്നത് ചെറ്റക്കുടിലാണ്. കൊല്ലം തൃക്കടവൂരിലാണ് ദരിദ്ര കുടുംബം ദുരവസ്ഥയിൽ കഴിയുന്നത്. നോട്ട് നിരോധനം നിർമ്മാണ മേഖലയിൽ ഏൽപ്പിച്ച ആഘാതത്തിലാണ് കൊല്ലം തൃക്കരുവ സ്വദേശി സുധാകരന് തൊഴിൽ നഷ്ടമായത്. അതോടെ ഭിന്നശേഷിക്കാരനായ 7 വയസ്സുകാരൻ സംഗീതിന്റെ ജീവൻ നിലനിർത്തുന്നത് വെല്ലുവിളിയായി. ഒരു സെക്കൻഡ് പോലും സുധാകരനോ ഭാര്യ മിനിക്കോ സംഗീതിന്റെ സമീപത്തു നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. മോന് നരമ്പിന്റെ പ്രശ്നം കൊണ്ട് മോന് കൈയും കാലൊന്നും ഉറക്കത്തൊന്നും പിടിച്ചാലും നിൽക്കത്തില്ല. നമ്മുടെ കഴുത്തിങ്ങനെ നിർത്തുമ്പോൾ കഴുത്തിങ്ങനെ കിടക്കത്തുള്ളൂ. മോനെ കുട്ടിയെ ചികിത്സിക്കുന്നതിന് തിരുവനന്തപുരം SITയിൽ കാറ് പിടിച്ചാണ് പോകുന്നത്. കഴിഞ്ഞ 7 വർഷത്തെ ചികിത്സയ്ക്കായി ഈ ദരിദ്ര കുടുംബത്തിന് കടം വാങ്ങിയ വകയിൽ 3.5 ലക്ഷം രൂപയുടെ ബാധ്യതയുമുണ്ട്. ഒരു മാസം കുറഞ്ഞത് 10,000 രൂപയെങ്കിലും ചികിത്സയ്ക്ക് വേണം. സൗജന്യ നിരക്കിൽ കിട്ടിയിരുന്ന മരുന്നും കിട്ടാതായി. ഇപ്പോൾ ഈ നോട്ടിൻ്റെ ഈ നിരോധനം വന്നതിന് ശേഷം പണിയില്ല. മൊത്തം ഞാനും ഈ മോനുമായിട്ട് മൊത്തത്തിൽ മരുന്ന് മേടിക്കാനോ മറ്റൊന്നിനോ അല്ല ആഹാരത്തിനോ മറ്റൊന്നും കൊടുക്കാനുള്ള ഒരു മാർഗ്ഗവും. ഞങ്ങൾ ആപ്പാടെ ഇത് വന്നതിന് ശേഷം വലിഞ്ഞു പോയി. മോൻ്റെ മരുന്ന് മേടിപ്പും അവനെ കൊണ്ടുപോക്കും കേട്ടോ എല്ലാം കയ്യിൽ നിന്ന് മേടിച്ചു, കടം മേടിച്ചു. പലിശയാണ് കൂടുതലും, പലിശയും ബ്ലേഡും ഇതെല്ലാം കൊടുക്കാനുള്ള ഒരാളുടെ മാർഗത്തിൽ തൊക്കുന്നില്ല. മരുന്ന് കൃത്യമായിട്ട് സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല. സ്ത്രീധനം നൽകാൻ കഴിയാതിരുന്ന മിനിയുടെ രക്ഷിതാക്കളെ സമീപിച്ച് മകളെ തന്നെ ധനമായി നൽകിയാൽ മതിയെന്ന് സുധാകരൻ അറിയിച്ചതോടെയാണ് മിനി ഭാര്യയായത്. 1987 മുതൽ ഈ കുടുംബം ചെറ്റപ്പുരയിലാണ് വാസം. മഴ പെയ്താൽ ചോരുന്ന പുരയിൽ കുടചൂടിയാണ് വയ്യാത്ത പൊന്നുമകനെ ഇവർ കാക്കുന്നത്. നിത്യച്ചെലവിന് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് സുധാകരനും മിനിയും ഉൾപ്പെടുന്ന ഈ കുടുംബം. മുമ്പ് സംഗീതിന്റെ ചികിത്സയ്ക്ക് ലഭിച്ചിരുന്ന സൗജന്യ മരുന്നും ഇപ്പോൾ കിട്ടാതെയായി. ഇനിയെങ്കിലും വീട് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് സുധാകരൻ. കനിവുള്ളവർ ഈ കുടുംബത്തെ കാണണം. ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ.